അല്ലേ? ആ വിട് വിട്. ഇത് അമ്മയ്ക്ക് ബലരാമൻ ചേട്ടൻ ബോംബെ നയിച്ച കത്താ. അപ്പൊ എനിക്കോ? നിനക്കില്ല. നാളെ മുതൽ നിന്റെ കത്തും അന്വേഷിച്ച് പോസ്റ്റ് ഓഫീസിന്റെ നടയിൽ നിൽക്കാനേ വേറെ ആളെ അന്വേഷിക്കണം. കുതിരയ്ക്ക് കൊമ്പ് മുളയ്ക്കുമ്പോഴാവും നിന്റെ സേതുവായിട്ട് നിനക്ക് കത്തയക്കുന്നത്. നീ ശരിക്കും നോക്കിയോ ശ്യാമേ? ആഴ്ചയിൽ 2-3 കത്ത് വീതം നീ അങ്ങോട്ട് കാച്ചി വിടുന്നുണ്ടല്ലോ. പക്ഷെ അയാളോ നിനക്കൊരു കത്തയച്ചിട്ട് മാസം 3 ആയില്ലേ. കാര്യമായിട്ട് എന്തെങ്കിലും തിരക്കിപ്പെട്ടതാവും, അല്ലെങ്കിൽ എഴുതിയനെ. എന്ത് സംശയം? അയാള് നിന്നെ വിട്ട് ടൗണിൽ തന്നെയുള്ള ഏതെങ്കിലും ഒരു പരിഷ്കാര പെണ്ണുമായി പ്രേമം തുടങ്ങി കാണുമെന്നാ. നിന്നെ തഴഞ്ഞതാ. പിന്നെ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ലോ ഞങ്ങളുടെ സ്നേഹം. സേതുട്ടന്റെ ലോകത്ത് ഞാൻ മാത്രമേ ഉള്ളൂ. എന്റെ ലോകത്ത് സേതുട്ടൻ മാത്രം. നിന്റെ ഈ വെട്ടിത്തരം കേൾക്കാൻ ഞാനില്ല. അമ്മ തിരക്കുന്നുണ്ടാവും. വൈകുന്നേരം കാണാം. ശ്യാമേ, ആരോ വാതിലിൽ തട്ടുന്നു. ചെന്ന് നോക്കി. ചേച്ചി പോയേ, എനിക്ക് അടുപ്പിൽ തീ കൂട്ടണം. എന്റെ കൈ കണ്ടില്ലേ നീ? ചെന്ന് നോക്കടി. ചേച്ചി, സേതുവേട്ടൻ. എന്റെ ഈശ്വരാ. ഇത്തവണത്തെ കൃഷിയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? തരക്കേടില്ലെന്ന് വലിയേട്ടൻ പറയുന്ന കേട്ടു. എത്ര പറയിട്ടു? ആ കണക്കൊന്നും എനിക്കറിഞ്ഞൂടാ. ഇപ്പൊ രാസവളത്തിനൊക്കെ എന്താ വില അല്ലേ? ഏട്ടനും എടുത്തി മോനെയും കൊണ്ട് സ്കൂളിൽ പോയിരിക്കാം. ഇന്ന് പേരൻസ് ഡേയാ. അത് ശരി, കഷ്ടമായിപ്പോയല്ലേ. ഇവിടുത്തെ സിന്ധി പശുവിന് ഇപ്പൊ എത്ര ലിറ്റർ പാല് കിട്ടും? അത് ചത്തിട്ട് 1 വർഷം കഴിഞ്ഞല്ലോ. ഓ, 1 വർഷം മുമ്പ് പശു ചത്തു പോയല്ലേ? നീ ചെന്ന് ചായക്ക് ഇത്തിരി വെള്ളം വെച്ചേ. വേണ്ട, ചായ വേണ്ട. വേണം, ചായ വേണം. ചെല്ലേ. അവളോട് കൃഷിയെ പറ്റിയും പശുവിനെ പറ്റിയും സംസാരിക്കാനാണോ സേതുട്ടൻ വന്നേ? അല്ല, അവള് തെറ്റിദ്ധരിച്ചാലോ? അവക്കെല്ലാം അറിയാം. ഓ, ഞാൻ എത്ര കത്തുകൾ അയച്ചു, ഒരു മറുപടിയെങ്കിലും. അതല്ലേ ഞാൻ നേരിട്ട് വന്നത്. 6 മാസത്തിന് ശേഷം എല്ലാ കാര്യങ്ങളും സേതുട്ടൻ അറിയാലോ. ഇന്ന് വരും നാളെ വരുമെന്നും പ്രതീക്ഷിച്ച് ഞാൻ തളർന്നു. നേരാമണ്ണം വല്ലതും കഴിക്കാൻ തന്നെ എനിക്ക് മനസ്സില്ലാതായി. ഉറക്കം പോലും ഇല്ല. ഇങ്ങനെയാണേലും ഞാൻ ഇനി അധികം നാൾ ജീവിക്കില്ല സേതുട്ട. ഈ കരച്ചില് കാണാനാണോ സുലു ഞാൻ ഇവിടം വരെ വന്നത്? ഈ നാട്ടിലായിരുന്നപ്പോ ഒന്നുമില്ലേലും സേതുട്ടനെ എന്നും കാണാനെങ്കിലും കഴിഞ്ഞിരുന്നു. ഞാൻ ഈ ബിസ്ക്കറ്റ് ഫാക്ടറിയുടെ തിരക്കിൽ. മതി, കുറെ നാളായി ഇത് കേൾക്കുന്നു. ഇപ്പൊ എല്ലാം ശരിയായി. പുതിയ ഗവൺമെന്റ് വന്നേ പിന്നെ വ്യവസായങ്ങൾ തുടങ്ങാൻ എത്ര എളുപ്പമാണെന്നറിയാം. സർക്കാരാണെങ്കിൽ ഭയങ്കര പ്രോത്സാഹനവും. ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ടങ്ങ് പോ, പിന്നെ ആളിനെ കാണുകയില്ല. ഇനി അങ്ങനെ ഒന്നാവില്ല. മോഹം ഒന്ന് പ്രശ്നമാക്കി. ഞാൻ നോക്കട്ടെ. ആരാടി പശുവിനെ അഴിച്ചു വിട്ടത്? അകത്ത് ഭയങ്കര എലിശല്യം. കൊയ്ത്ത് കഴിഞ്ഞോണ്ടാവും. ഞാനതിനെ ഇങ്ങനെ തല്ലി. സേതു എപ്പോഴാ വന്നേ? ഞാൻ വന്നിട്ട് 5 സെക്കൻഡ് ആവും. വിളവ് എങ്ങനെയുണ്ട് ചേട്ടാ? വിളവ് ഇച്ചിരി കൂടുതലാ. വാ വാ. എന്റെ കത്ത് കിട്ടിയില്ലേ? എന്താ അതിന്റെ ഉദ്ദേശം? നിന്റെ അച്ഛൻ കുറുപ്പ് മാസ്റ്റർ എന്നെയും സ്കൂളിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങേരോട് അന്ന് എല്ലാവർക്കും വലിയ ബഹുമാനവുമായിരുന്നു. സ്വന്തം നാടും വീടും വിട്ട് എന്നങ്ങേര് ഭാര്യ വീട്ടിൽ താമസം തുടങ്ങിയോ അന്ന് മുതൽ അങ്ങേർക്ക് തലയ്ക്ക് നല്ല സുഖമില്ല. നാണവും മാനവും കെട്ട് ഞാൻ പലവട്ടം അങ്ങയുടെ മുമ്പിൽ ചെന്ന് നിന്നിട്ടുണ്ട്. സുലുവിന് വയസ്സ് ഏറി വരികയാണ്. നിങ്ങളുടെ മോനോട് പറഞ്ഞ് അവിടെ കല്യാണം നടത്തണമെന്ന് ഞാൻ പല പ്രാവശ്യം അപേക്ഷിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ അങ്ങേര് പറയുക, നീ എന്തോ ബിസ്ക്കറ്റോ റൊട്ടിയോ മറ്റോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന്. കാലം കുറെ ആയാലൂടാ, ഇതുവരെ ഒന്നും ഉണ്ടാക്കി തീർന്നില്ലേ? കല്യാണപ്രായം കഴിഞ്ഞൊരു പെണ്ണിനെ ഇന്ന് കെട്ടും നാളെ കെട്ടും എന്ന് പറഞ്ഞിങ്ങനെ നിർത്തിക്കൊണ്ടു പോവാനാവില്ല. എന്റെ സ്വന്തം കാലിലൊന്ന് നിന്നിട്ട്. അപ്പൊ ഈ രണ്ടും നിന്റെ കാലല്ലേ? അങ്ങനല്ല. നിന്റെ ഈ ഉരുണ്ടുകളി എന്നോട് വേണ്ട. നീ നിന്നാലും കൊള്ളാം ഇരുന്നാലും കൊള്ളാം, എനിക്ക് രണ്ടിലൊന്നറിയണം. ഈ പെങ്കൊച്ചിനെ കെട്ടാൻ നിനക്ക് താല്പര്യമുണ്ടോ, അതോ കൂടെ കൂടെ ഇങ്ങനെ ഒന്ന് ശൃംഗരിച്ചേച്ചു പോകാനാണോ ഉദ്ദേശം? ചേട്ടാ, എന്റെ ബിസ്ക്കറ്റ് ഫാക്ടറി ഒന്ന് ഓടിത്തുടങ്ങണം. ആശയുടെ കല്യാണം ഒന്ന് കഴിയണം. അത് കഴിയുമ്പോ നീ പറയും നിന്റെ തന്തയുടെ 16 അടിയന്തരം കഴിയട്ടെ എന്ന്. ചേട്ടാ, ഞാൻ പറയുന്നത് എന്റെ പ്രശ്നങ്ങളാ. നീ പറഞ്ഞ നിന്റെ പ്രശ്നങ്ങളൊക്കെ തീർന്നു കിട്ടാൻ എനിക്ക് തോന്നുന്നു ചുരുങ്ങിയത് 30 വർഷമെങ്കിലും ആവുമെന്നാ. അപ്പൊ പിന്നെ എന്റെ പ്രേതം വരെ നിന്റെ കല്യാണം നടത്താൻ. ചേട്ടാ, കാര്യം പറയുമ്പോ തമാശയായിട്ട് കണ്ടരുത്. നീ ആരെയാടാ കാര്യം പറഞ്ഞ് പഠിപ്പിക്കുന്നത്?
തന്റെ ഇടമില്ലെങ്കിൽ പിന്നെ എന്തിനാടാ ആ പാവപ്പെട്ടിനെ മോഹിപ്പിച്ചത്? ഡാച്ചായണി ബിസ്ക്കറ്റ്, ലോകത്ത് ആരെങ്കിലും ബിസ്ക്കറ്റിന് ഡാച്ചായൻ എന്ന് പേരിടുകൂടാ. നിന്റെ ആ കിളവിത്തലയുടെ പേരിട്ടപ്പോഴേ ഞാൻ വിചാരിച്ചതാ കുണം പഠിക്കരുത്. മര്യാദയ്ക്ക് സംസാരിക്കണം. അമ്മയെ പറ്റി ആവശ്യമില്ലാത്ത കാര്യമൊന്നും പറയണ്ട. എങ്ങനെ എന്റെ വീട്ടിൽ കയറുമെന്ന് എന്നെ വിരട്ടുന്നു? ഇറങ്ങടാ ഇവിടുന്ന്. നിന്നെപ്പോലെ നട്ടിലില്ലാത്ത ഒരുത്തിനെ എന്റെ പെങ്ങക്ക് വേണ്ടടാ. കയറി പൊടിയകത്ത് ഒന്നുകളേക്ക് എല്ലാത്തിനെയും. ആ എനിക്കിപ്പോഴാ മനസ്സിലായത് നീ വേറെ ചില ഉദ്ദേശത്തോടുകൂടി അവിടെ വരുന്നതെന്ന്. മേലിൽ നാട്ടിക്കാലി കുത്തിപ്പോരുത്. നാടേ നിങ്ങളുടെ കുടുംബ സ്വത്തൊന്നുമല്ലല്ലോ. അല്ല, പക്ഷെ ഈ വീട് എന്റെ കുടുംബ സ്വത്താ. ഇനി ഇതിനകത്ത് കയറിയാൽ നിന്റെ കാലി ഞാൻ തല്ലി ഓടിക്കും. നിങ്ങൾ എന്തിനാ ഇങ്ങനെ നടന്ന് ഒച്ച വയ്ക്കുന്നേ? മിണ്ടിപ്പോവരുത്. എന്റെ പെങ്ങളെ കെട്ടാൻ വേറെ ആളുകളെ കിട്ടുമോ ഞാൻ നോക്കട്ടെ. എടീ, നീ ഇനി ഇവിടെ കാണുകയോ സംസാരിക്കുകയോ ചെയ്താൽ ഒന്ന് കുഴിച്ചു മുടിഞ്ഞ എല്ലാത്തിനെയും അകത്ത് കയറി പോടി. കുടുംബത്തിന് ശക്തിക്ഷയം ഉണ്ടായിട്ടുണ്ടാവാം. എന്നാലും മുരുക്കം വീട്ടുകാർ മാനം വിറ്റ് ജീവിച്ചിട്ടില്ലടാ. മനുഷ്യന് വഴി കൂടെ നടക്കാൻ മേലുണ്ടായല്ലോ. കുടിക്കുക, തല്ലും പിടി ഉണ്ടാക്കുക. ആരാടാ നിന്നെ ഈ ദുശീലങ്ങളൊക്കെ പഠിപ്പിച്ചത്? ഒക്കെ എന്റെ യോഗ അമ്മവാ. ആയിരക്കണക്കിന് കുട്ടികൾക്ക് സാരോപദേശം നൽകിയ ആളാത്രേ. സ്വന്തം മകന് സൽബുദ്ധി പറഞ്ഞു കൊടുക്കാൻ മാത്രം പറ്റിയില്ല. ഇനി നിന്നെ പറ്റി ഇങ്ങനെ വല്ലതും കേട്ടാൽ അടിച്ച് നിന്റെ കാലിന്റെ മുട്ടി ഞാൻ ഓടിക്കും. എങ്കി അമ്മാവന്റെ മുട്ട് ഞാൻ ഓടിക്കും. എന്തായി പറയണേ? വന്നു വന്ന് മൂത്തവരെയും തിരിച്ചറിയണ്ട. ഞാൻ പറഞ്ഞില്ലേ മോളെ, അവന്റെ സമനില തെറ്റിയിരിക്കുക പാവം. ജോലി പോയേ പിന്നെ ഇത്രയും വഷളായ. അമ്മാവൻ പറഞ്ഞ സേതു കേക്കും. തൽക്കാലം ചേട്ടനെ അവന്റെ കമ്പനി പിടിച്ചിരുത്തിയാ മതിയായിരുന്നു. ചായ കുടിക്ക്. ആശേ എന്റെ ഷർട്ട് തേച്ചില്ലേ? തേച്ചു. മകനെപ്പോ വന്നു? കുറച്ചു നേരമായി. സേതു, മരുമക്കത്തായൊക്കെ പോയെങ്കിലും അമ്മാവൻ ഇപ്പോഴും അമ്മാവൻ തന്നെയാണ്. അതുകൊണ്ട് മറുത്തൊന്നും ഇങ്ങോട്ട് പറയണ്ട. ഈ തല തിരിഞ്ഞവന് നീ നിന്റെ കമ്പനി കൊണ്ടുവന്ന് നിർത്തണം. ഒന്നും ഇങ്ങോട്ട് പറയണ്ട, പറയണ അങ്ങോട്ട് അനുസരിച്ചാൽ മതി. മാസം തികയുമ്പോ എന്തെങ്കിലും ഒന്നൊരു ശമ്പളമായിട്ട് കൊടുത്തേക്കണം. അത് മതി. എനിക്ക് കുറച്ച് ജോലിയുണ്ട്. നോക്കിയും കണ്ടും നിന്നാൽ നിനക്ക് കൊള്ളാം. മുതലാളിക്കൊരു കത്തുണ്ട്. അഡ്രസ് എഴുതിയ കൈപ്പട കണ്ടിട്ട് മറ്റേ കത്താണെന്ന് തോന്നുന്നു. ഏത് മറ്റേ കത്ത്? നീ വന്നേ, നീ വരാൻ. നീ എന്താടാ ആളുകളുടെ മുമ്പിൽ വെച്ച് മോന്തോണ്ട് ഡാൻസ് കാണിക്കുന്നത്? ഇത് മറ്റേ കത്താണോ മറച്ച കത്താണോ എന്ന് ഞാൻ തീരുമാനിച്ചോളാം. കൂടുതൽ സ്വാതന്ത്ര്യം എടുക്കണ്ട കേട്ടോ. പ്രിയപ്പെട്ട സേതുവേട്ട, ചേട്ടനുമായി വഴക്കിട്ട് സേതുവേട്ടൻ അങ്ങ് പോയി. എന്റെ സ്ഥിതി എന്തായിരിക്കുമെന്ന് സേതുവേട്ടൻ ആലോചിച്ചോ? ഒരു ആശ്വാസവാക്കെങ്കിലും പറയണമെന്ന് തോന്നിയില്ലല്ലോ. ഞാൻ ഉരുകി ഉരുകി ചത്തുപോട്ടെന്നാണ്. ചേട്ടൻ എനിക്ക് വേറെ കല്യാണം ആലോചിക്കുകയാണ്. ഒന്ന് വേഗം വരൂ എന്റെ സേതുവേട്ട. ഇനി സേതുവേട്ടൻ വരുന്നതും പ്രതീക്ഷിച്ച് ഞാൻ എന്നും നമ്മുടെ ആ പഴയ അടിയോടിയുടെ വാഴത്തോപ്പിൽ കാത്തു നിൽക്കും. ആരാ മുകേരി മുകേരി മുകേരി? ഇറങ്ങേണ്ടവരൊക്കെ പോയേ മുകേരി. എന്താ ഇറങ്ങുന്നില്ലേ? വേണ്ട വേണ്ട, ഞാനൊരു 50 അടി അപ്പുറത്ത് ഇറങ്ങിക്കോളാം. ഇനി പരുത്തിക്കോട്ടെ വണ്ടി നിർത്തു. ഇറങ്ങണം ഇറങ്ങണം. ഞാൻ വേറെ ടിക്കറ്റ് എടുത്തോളാം. 50 അടിക്കോട്ട് വേറെ ടിക്കറ്റ് ഒന്നും ഇല്ല. ഇറങ്ങണം. ഞാൻ പരുത്തിക്കോട്ടേക്ക് ടിക്കറ്റ് എടുത്തോളാം. ഒരു കോട്ടയിൽ ഇറങ്ങണം. താനിവിടെ ഇറങ്ങിയാ മതി. ഇറങ്ങണോ? ഇറങ്ങാനല്ലേ പറഞ്ഞു? ഞാൻ പരുത്തിക്കോട്ടേക്ക് ഒന്നും പറയണ്ട. ഇവിടെ ഇറങ്ങി താനും കൂടെ നടന്നു പോടൂ. രാവിലെ മനുഷ്യനെ മെനക്കെടുത്താൻ ഒരു തോമയെ കയറിക്കോളൂ. ഞാൻ അങ്ങോട്ട് ഇറങ്ങണു. ആ പോവാം.
ഒരു സോഡ എടുത്ത്. അവളെന്ത് ഇതിന് ചേച്ചി ഞാൻ കണ്ടില്ല. കണ്ടില്ലേ? കടുകുമണിയാ കാണാതിരിക്കാൻ. എടേ സുനു എവിടെയടി? അവളെ ശ്യാമയുടെ വീട്ടിൽ അവളെങ്ങനെ പറഞ്ഞോ? ചാവയെ കഞ്ഞി എല്ലാത്തിനും ഞാൻ ഇവിടെ അടിച്ചിറക്കും. ഞാനിവിടെ ഉണ്ട്. പണ്ട് സ്കൂളിൽ പഠിക്കുന്ന കാലത്താ നമ്മൾ ഇതുപോലെ ഈ വാഴത്തോപ്പിൽ കണ്ടുമുട്ടാറുള്ളത്. അന്നും ഇന്നും അടിയോടിക്ക് വാഴക്കൃഷി മാത്രമേ താല്പര്യമുള്ളൂ എന്ന് തോന്നുന്നു. എന്താ വല്ലാതിരിക്കുന്നത്? അടിയോടിയുടെ വാഴ അയാൾ കണ്ട ഇപ്പൊ എന്നെ കൊല്ലും. എത്ര നേരായിന്നറിയോ ഞാൻ കാത്തു നിൽക്കാൻ തുടങ്ങിയിട്ട്? അതാണോ കാര്യം? ഞാനും നിന്റെ ചേട്ടൻ കൂടെ ജംഗ്ഷനിൽ ഒരു ഒളിച്ചു കളി നടത്തിയിട്ട് വരിക കുട്ടി. ഈ വാഴക്കറ പറ്റിയ മാറ്റം വലിയ പാടാണ്. സേതുട്ടിനൊക്കെ തമാശ കളിയാ. ഞാനൊന്ന് ഉറങ്ങിയിട്ട് ദിവസം എത്രയെന്നറിയാവോ? എന്റെ സുലു, നിനക്ക് വേവലാതി കുറച്ച് കൂടുതലാണ്. ഈ ലോകത്ത് ആരൊക്കെ എതിർത്താലും നമ്മൾ ഒരുമിച്ച് ജീവിക്കും. പിന്നെന്താ പ്രശ്നം? സേതുട്ട ഞാനൊരു പെണ്ണാ. എന്റെ സുലു, ഞാനൊരാണാണ്. ആകെയുള്ള ഒരേ ഒരു പ്രശ്നം ഫാക്ടറിയാണ്. ഇപ്പൊ എല്ലാം റെഡിയായി. ഇന്റർവ്യൂ നടത്തി ജോലിക്കാരെ എടുത്താൽ ഫാക്ടറി ചക ചക ചകാന്ന് വർക്ക് ചെയ്ത് തുടങ്ങും. അത് കഴിഞ്ഞ ഉടനെ കല്യാണം. ഈ ചക 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 എത്ര കാലം എടുക്കും? ഉടനെ എന്ന് വെച്ചാൽ എത്രയും പെട്ടെന്ന്. ആരുമില്ല. അടിയോടി ഓടിക്കോ, പിന്നെ കാണാം. ഓടിക്കോ.